ശുഭ്രം ഒറിജിനാലിറ്റി കുറച്ച് മതിയല്ല ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന പറ്റത്തേക്ക് കിട്ടിയാലോ ഒരു പെണ്ണ് ഒന്ന് കണ്ടു പറഞ്ഞ കാര്യം ആരൊക്കെയാ വന്നേക്കുന്നത് നോക്ക്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ആർപ്പ് ചെയ്തത് ശവമാണ്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ ബാബു, ഈ ശവം ക്യാമിയോ ആരാണ് ലാസ്റ്റ് ഒന്ന് പറയണേ. നാളെ ഒരു സർപ്രൈസ് വീഡിയോ തന്നെ ഇറക്കിക്കളയാ അതിന് വേണ്ടി ആണല്ലേ. ബോഡി എത്തി ബോഡി എത്തി ബോഡി എത്തി ബോഡി എത്തി ബോഡി ബോഡി മരിച്ചു കിടപ്പുണ്ട്. എടാ എല്ലാരും റേഡിയോ കണക്ട് ചെയ്താൽ മതി. എല്ലാരും കണക്ട് ചെയ്യാൻ പറഞ്ഞടാ. കോച്ചിന്റെ പരിചയത്തിൽ പൂജാരിമാരെല്ലാം ഉണ്ടോ? ഈ ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് മരണ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പൂജാരി വേണമായിരുന്നു. വിളിച്ചിട്ട് വരാം. വരുവോ പൂജാരി ഒരു ആംബുലൻസ് വിളിക്കണേ പെട്ടെന്ന്. ഒരു ആംബുലൻസ് വിളിക്കണം. നമുക്കറിയാവുന്ന ആംബുലൻസ് ഡ്രൈവർമാരല്ലോ. നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്തോ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഓക്കെ, നിന്റെ മനസ്സിൽ നീ മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവരുടെ മറ്റേ കല്യാണമൊക്കെ കണ്ട് പേരക്കുട്ടികളെയൊക്കെ കണ്ട് കുറച്ച് വയസ്സായി മരിക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നീ അധിക നാള് പോലും പോവില്ല. നിന്നെ ആരെല്ലാം തല്ലിക്കൊല്ല് കുഴിച്ചു മുടത്തേ ഉള്ളൂ. പുള്ളിയുടെ ഒക്കെ ബോഡി എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടി. നിന്റെ ഒന്നും ബോഡി പോലും കിട്ടൂല. മനസ്സിലായ? അവന്റെ ഒക്കെ പിന്നെ കിട്ടൂടാ. ഇതൊക്കെ ഇവന്റെ ബോഡി കിട്ടും അറ്റ്ലീസ്റ്റ്. പക്ഷെ അധിക നാള് പോവില്ല. എടാ നമുക്കിത് എങ്ങനെയാലും ഒന്ന് എടാ ആംബുലൻസ് വിളിച്ചാ ജീവിച്ചിരുന്നപ്പോ പിന്നെ അങ്ങനെ നീ ചെയ്തു കൊടുക്കാൻ കിഡ്നി ഉണ്ടോ ഡിപ്പാർട്ട്മെന്റിലെ അവാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം. ഹലോ പറഞ്ഞോളൂ. സാർ ഞങ്ങളിവിടെ TV ഫാമിലി എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോ. നമ്മുടെ കൂട്ടത്തില് ഒരാള് മരിച്ചു പോയായിരുന്നു. അപ്പൊ പുള്ളിയുടെ ബോഡി ഒന്ന് നമുക്ക് വീട് വരെ എത്തിക്കണം. എസ് പമ്പിലാണ് ഇപ്പൊ കറന്റ് ബോഡി ഉള്ളത്. അപ്പൊ ഒരു ആംബുലൻസ് ഒന്ന് വിട്ടു തരുമോ? എവിടെയാ? എസ് പമ്പ്. ഹലോ, റേഡിയോ കേക്കാവോ? റേഡിയോ ഒരു 1041 പോണേ എസ് പമ്പില്. 1041. അത്ര പേര് വേണ്ട, ഒരാള് മതി. പിടിച്ചു കയറ്റാൻ എസ് പമ്പിലോട്ട് 1041. കേട്ടോ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കേസ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. 1041 പോണേ. നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആളല്ലേ അണ്ണാ. നമുക്ക് ചുമ്മാ അങ്ങ് യാത്ര അയച്ചാൽ മതി അണ്ണാ. അതാ ഞാൻ പറഞ്ഞേ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുവേണ്ടി മരിക്കണ്ട. അല്ല, ഗ്യാങ് ഹൗസിൽ പൊതുദർശനത്തിന് വെക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേ, നമുക്ക് മറ്റേ ഡപ്പാങ്കൂത്തും ഡാൻസും എല്ലാം വെച്ച് മറ്റേ തമിഴ്നാട്ടിൽ ശവം അടക്കണത് പോലെ അടക്കിയാൽ ആഗ്രഹവും അത് തന്നെ മുള്ളി. സത്യം എന്താ ചോദിച്ചത്? അണ്ണു മരിക്കുമ്പോ അണ്ണുന്റെ ആഗ്രഹം എന്താണ്? അപ്പൊ അതുപോലെ കണ്ടോ, കിളവന്മാർ എല്ലാരും ആഗ്രഹം ഇത് തന്നെ മുള്ളി. എനിക്കങ്ങനെ ഞാൻ മരിച്ചാലല്ല എനിക്ക് ആഗ്രഹമുള്ള. ഞാൻ ഇമ്മോർട്ടൽ അല്ലടാ. നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ട് വെക്കാം. KVയിലെ ആൾക്കാരൊക്കെ വിളിക്കണ്ടേ, കുറച്ചുപേരൊക്കെ വിളിക്കണ്ടേ, പൊതുദർശനത്തിന് വെക്കണം. വെറൈറ്റി ഐഡിയ ഉണ്ട് മള്ളി. വല്ല പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുടിച്ചിട്ടല്ലോ. ദൃശ്യം 4 ഉപകാരപ്പെട്ടല്ലോ. നല്ല അസൽ ചീപ്പായിരുന്നു. ചീപ്പ് കോമഡി ആയിരുന്നു.
2 ദിവസം പുള്ളി അച്ഛനെ കൊണ്ടൊരു പുഴ പോയായിരുന്നു. എന്തിനാന്ന് അറിയത്തില്ല കേട്ടോ. നിന്റെ അച്ഛനെ കൊണ്ട് പുള്ളി എന്തിനാ പോയേ? വെളിയിലത്തെ കാര്യം പറഞ്ഞാടാ. പോയി അവിടെ പോയി വണ്ടിയുടെ അടിയിൽ ഇരുന്ന് കേട്ടോ ആൾറെഡി. ഇവിടെ ബാബു വന്നേ. എന്റെ അത്ര മനക്കെട്ടി ഇല്ലാത്തവരാണ് ഇവരൊക്കെ. നീ അവരൊക്കെ ഒരു മയത്തിലടാ. ഞാൻ നിർത്തി. ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടുള്ള സന്തോഷവും ഒരു ജീവിതവും എനിക്ക് വേണ്ട മുള്ളി. എനിക്ക് എന്റെ മുള്ളി മാത്രം മതി. നീ അവരെ ഉദ്ദേശിച്ചു ഏത് ഇന്റൻസിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. ഇതിനകത്ത് എങ്ങനെ കൊണ്ടുപോകും? അല്ലല്ല വേറെ വണ്ടി വരുന്നു തോന്നുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊരു കാര്യം ഊരിപ്പോയത്. ഞാൻ വെച്ചോണ്ട് വന്നതാ. അതെടുത്ത് വെച്ചാൽ മതി. അകത്ത് മടക്കി ഇരിക്കാൻ പറ്റും. പാവം കിട്ടണം, പാവം. മുള്ളി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മുള്ളി ഇതേ എങ്ങനെയാ കൊണ്ടുവന്നേ? എങ്ങനെ കൊണ്ടുവന്നേ? ഒരു ബിഗ് ഷോപ്പിനകത്ത് പോലെ ഇടാം വാരി. ഇനി അത് നടക്കുള്ളൂ. മുള്ളി സുഖമായിട്ട് കയറി വണ്ടിക്കേര്. ആംബുലൻസ് വരുവാടാ. അല്ല അത് സംഭവം ആളെ ജീവിച്ചിരുന്നാലേ ഒരു എന്ത് പറയാനും പുഴുക്കാത്തൊരു ശരീരമായിരുന്നു. ഇതുപോലെ ആയിരിക്കും ഗോകു മരിക്കുമ്പോഴും. പാറ്റു നോക്ക്. എത്തിയായിരുന്നോ? ഞാൻ 10 വർഷം കഴിഞ്ഞുണ്ട്. എന്ത് പറഞ്ഞാലും പുഴുക്കാത്ത നിന്റെ മരണം എങ്ങനെ ആയിരിക്കും അറിയാം. வாசு கேங் ஹவுஸ் வர சொல்லிருக்கேன். கேங் ஹவுஸ் வர சொல்லிருக்கேன் வாசு. ஐயோ ഡൊമിനിക് സാറേ, ബ്ലാക്ക് പുസി കടിച്ച് മരിച്ചല്ലോ. ഒന്നും കേൾക്കുന്നില്ല. ചന്ദ്ര കേക്കോ? ചന്ദ്ര നിനക്കൊരു കൂട്ട്. ഇല്ല ചന്ദ്ര നിന്നെ പോലെ ഇനിയിപ്പോ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. വണ്ടി എടുക്കോ? കൊറേ നേരമായി ഹോട്ട് വെയർ അറിയാവോ എന്തോ? ഞാൻ ബാബു ഇവിടെ എല്ലാരും ഹോൺ അടിച്ച് വെക്കോ. മള്ളി എന്തൊക്കെയാ പറയണേ? 4 പേര് കാണട്ടാ പിത്തൽജിയുടെ ബോഡി. 6 DJ വണ്ടി അല്ല നമ്മൾ ഓടിക്കുന്നത്, ശവവണ്ടി. ഞാൻ ഈ ശവ നിന്നോട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ഒന്ന് ഇറങ്ങി കയറാം. ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത്. ഇത് കൊമ്പൻ ബസ്സല്ല, കൊമ്പനല്ല. കുറയ്ക്കാൻ പറ്റുന്നില്ലേ? പാട്ട് കേട്ടോ, ഞാൻ പാടാം. ശവ അപ്പുറത്തെ വണ്ടിയാണോ? ഇതാകുമ്പോ റീത്ത് ഫിക്സർ ഉണ്ടല്ലേ ബാക്കിൽ തന്നെ. ഇതിന്റെ പാട്ടാണ് പോട്ടെ 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 പോട്ടെ. ആ വണ്ടിയിൽ എന്താണ് ഒരു പഞ്ചാരി വേളമൊക്കെ? അതെന്താ ഊത്തൊക്കെ കോച്ചാ ഊതുന്നേ. രായണ്ണ ഊത്ത് ഊത്തല്ലേ ഇത്? ബോഡി പോയി. പോട്ടെ പോട്ടെ പോട്ടെ. ഇത്ര പേർക്ക് പുള്ളി സിറ്റി പോലെ ജീവൻ ഉള്ളപ്പോ പോലും കിട്ടിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ പുള്ളി കറക്റ്റ് തമിഴ്നാട് ശവമാണ് മാച്ച് ഇത്ര മാച്ചായിട്ടൊരു ശവത്തെ വേറെ കിട്ടിയിട്ടില്ല. വരുമെന്ന് പറഞ്ഞു ശവം ഏൽപ്പിച്ചിട്ട് പയ്യെ നമുക്ക് ശവം എത്തിക്കാം അങ്ങോട്ട് വാ. ശവത്തിന് പിയലും ഇല്ല പിന്നും ഇല്ല, ഒരു പ്രശ്നമില്ല. മനുഷ്യർക്കല്ലുള്ള മരിച്ചവന് പിയലെണ്ണ മുതുക്കില് ശവം വെച്ചൊന്ന് ഡാൻസ് എല്ലാവർക്കും ഒന്ന് കാണാം ശവത്തിന്. ഇല്ല മുതുക്കിലോട്ട് പോകണ്ട നമുക്ക് ഗ്യാങ്കോസ് വെക്കാം. എല്ലാരും ഗ്യാങ്കോസിലോട്ട് വിളിക്കാം അങ്ങോട്ട് വാ. ആ ഊത്തൂതിയ ആളെ ലാസ്റ്റ് പിടിക്കാം, ഓരോ ഫംഗ്ഷൻ പിടിക്കാം. എടാ ആ ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ, ഊത്തുവണ്ടി എടുത്തോട്ട് വാ. ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ. ഊത്ത് ഫ്രണ്ടിൽ പോ. ആ പറടാ. പോതഴിയോട്ടെ കാരണവരെ കാണിച്ചിട്ടാണ് ബോഡി കൊണ്ടുവന്നത്. അങ്ങോട്ട് വിളിക്കാം. കാണിച്ചിട്ട് അവര് അറിയണ്ട. ഇപ്പം വിളിച്ചറിയിക്കുന്നതല്ലായിരിക്കട്ടാ. തീയല്ലായി തുടങ്ങി കേട്ടോ വീണ്ടും. ബാബു വന്നാ ആ വാ ശവം തന്നെയല്ലേ കൊണ്ടുപോകുന്നേ. ഊത്ത് മാഫിയാണ് കൂടെ പോയത്. ഊത്ത് മാഫിയ ശവത്തിന്റെ ഡോറ് പോയേ. ചത്തവൻ എന്തിനാണോ ഡോറ്? കാരണം വാതിക്കേ പോണ്ടേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, സെർവർ കത്തി പോയിട്ട് ഒരു ശവം കത്തിയില്ല. അത് അവർക്ക് ഫീലിപ്പിക്കുന്നില്ല നമ്മളെ പോലെ. പീസ് ചെയ്തതാണ്. ഇല്ല ശവത്തിനൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ശവം വീണാലും ശവത്തിനൊന്നും പറ്റൂല. ഓ എന്തോ എന്റെ പൊന്നെ. വീഡിയോ വണ്ടി കെട്ടില്ല വീഡിയോ. എടാ വാ അകത്തോട്ട് ബാബു കേക്കാവോ? എടാ ഇത് ഫ്ലോട്ടായിട്ട് ശിവനെ കൊണ്ടുവന്നതല്ല ഞാൻ. ഹലോ എല്ലാരും കത്തി. സിറ്റി കത്തി. സിറ്റി കത്തിയടാ. സിറ്റി കത്തി. ഹലോ കാർലോ എന്തുപറ്റി? ഹലോ നമ്മുടെ പിത്തൽജി പോയി. കാർലോ എവിടെ പോയി? അയ്യോ നമ്മള് 3 വർഷം മുമ്പ് പോയപ്പോ പുള്ളി എവിടെയോ ടൂർ പോയതാ വിചാരിച്ച പുള്ളി ചത്തുപോയി. കാർലോ ചത്തുപോയോ? ബോഡി ഇപ്പൊ കണ്ടൊരു ഗ്യാഗോസില് എല്ലാരും കുടുംബത്തോടെ വന്ന് അവസാനമായിട്ട് ഒന്ന് കണ്ടിട്ട് പോണേ. ഓ എത്ര ഉണ്ടാവും കൂടിയോ? ഈ ഞങ്ങള് മറ്റേ ഒരു ഇതിലായിരുന്നു. അയ്യോ കൺസൈൻമെന്റ് ആണോ? കൺസൈൻമെന്റ് അല്ല, മറ്റേ ഒരു ട്രഷറിന്റെ ഒരു 100 പരിപാടിയിലായിരുന്നു. ആണോ? അയ്യോ ട്രെയിനിലോട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണണേ. വരാ അയ്യോ നമ്മളിവിടെ ഉണ്ടാവോ വരണേ. വരാ. നല്ലൊരു മനുഷ്യനായിരുന്നു. കറക്റ്റ് നമ്മുടെ പിത്തൽജിയുടെ മരണദോഷം തന്നെ പ്രിയലടിക്കുന്നത്. നീയൊക്കെ പുഴുത്തിയാവോടാ. അയ്യോ എടാ ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്താണോ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? മരണ വീടോ? പിത്തൽജി പോയടാ. എങ്ങനെ? പുള്ളി കുറച്ച് നാൾക്ക് മുമ്പേ മരിച്ച് ഇപ്പഴാ ബോഡി കിട്ടിയത്. അണ്ണാ ഞാൻ ചന്ദന്തിരിയായി വരണ്ണ. ചന്ദന്തിരി എന്താ? ചന്ദന്തിരി മരിച്ച വീടാന്ന് എല്ലാരും അറിയണ്ടേ?
ആ നീ ചന്ദ്രത്തിരി വാഴക്കൊലയും കറുത്ത കൊടിയെല്ലാം ആയിട്ട് വാ, ടാർപ്പൻ ജനറേറ്ററും എല്ലാം ആയിട്ട് ടിവിയുടെ ഗ്യാഗോസിലോട്ട് വാ. മുള്ളി പിന്നെ ആ മുള്ളി ആ ശവം അടക്കുന്നതിന് മുന്നേ ഒരു ദിവസം മെന്നി തന്നെ വേണമെന്ന് ഇപ്പൊ വിളിച്ചിരുന്നു കേട്ടോ. ശവം അടക്കുന്നതിന് മുമ്പ് ഒരു ദിവസത്തേക്ക് മെന്നി തന്നെ വേണമെന്ന്. എന്തിന്? അതെന്തോ ഒരു പണ്ട് എന്തോ ഒരു തമ്മിൽ എന്തോ കൊച്ചു കുസൃതികളുണ്ടായി, അതൊന്ന് ഓർമ്മ അയൽ വെക്കാനാണെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞ തെറ്റിയില്. ഹലോ, ഞങ്ങളുടെ പിത്തൽജി പോയി ദർശന. പുള്ളിയെ പുലി അടിച്ചു വന്ന്. ഇതാണ് അടക്കം. ബോഡി എത്തിച്ചിട്ടുണ്ട് ഗ്യാങ് ഹൗസിൽ. കുറച്ച് കഴിയുമ്പോ വന്ന് കണ്ടിട്ട് പോണം. ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലേലോ. വന്ന് കാണണം ദർശന. ഒരു മിനിറ്റ്. ഹലോ, കേക്ക് പിത്തൽജി പോയി. കേക്ക് പുള്ളിയുടെ ബോഡി ഗ്യാങ് ഹൗസിൽ ഇപ്പൊ കൊണ്ടുവരും. ആണോ? ഒന്ന് വന്ന് കാണണേ കേക്ക്. നമുക്ക് വേറെ ആരും ഇല്ലേ വിളിക്കാൻ? ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. മിസ്റ്റർ എക്സിലെ എല്ലാരും വിളിച്ചോ. അത് വേണോ? ആ എല്ലാരും കൊണ്ടുവന്നു. കറുത്തുടുപ്പിട്ട് വരണേ. അപ്പൊ ഡ്രസ് ഷോപ്പിൽ പോയേക്കാം. ഓക്കെ. ഇനി ആരെയാ? മുള്ളി കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ ആള് മരിച്ചിട്ടുണ്ടോന്ന് മുള്ളി പോയി ഡൗട്ടായി. ആ തിരുവേലി ബോഡി അവിടെ ഒന്ന് വരണേ. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ ആള് മരിച്ചോന്ന് പോലും ഡൗട്ടാ. എന്തൊക്കെയാ പറയണേ? எல்லாரும் ட்ரெஸ் ஆவருங்க, ஷூ ஆவருங்க, ட்ரெஸ் ஆவுதுங்க, சைலண்டா இருக்கணும். ஷூல ஊத்துருங்க, ட்ரெஸ் ஊத்துருங்க, டி-ஷர்ட் வேண்டாம். ஜட்டிடா இல்ல பேண்ட்ல போட்டுக்கலாம், அது ஒண்ணும் பிரச்சனை இல்ல. ஐயோ போடுறா அப்படி பார்க்க முடியல. இப்ப யாரு மணில உட்கார போறது? இங்க இருந்து முன்னாடி இல்லங்க. ஆரம்பிச்சிடலாமா? ஆரம்பிக்கல. உங்களுக்கு பூனல் போட்டுடலாம். பூனல் நூல் போடணும். இந்த காரியத்துக்கு நூல் போட்டுதான் பண்ணணும். നൂലാ? നൂല് പുലിയൊന്നും നോക്കാതെ പണി കേട്ടോ. പുലി പണിയ സമയത്ത് ആരംഭിച്ചിടலாம். ആരംഭിച്ചിടலாம். പരം പവിത്രം പ്രജാപതേ യജ്ജഗജം പുരസ്താത് ആജിയം അഗ്രിയം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞാപവീതം ബലമസ്തുതേന. പുണൽ പുണല ഒറിജിനാലിറ്റി കുറച്ച് മതിയടാ. ചിലപ്പോ ജീവിച്ചിരിക്കുന്ന പിത്തൽജിക്ക് മാറ്റി കിട്ടിയാലോ. സത്യമല്ലേ? ഒറിജിനാലിറ്റി കുറച്ച് കുറയ്ക്കാം. പകുതി മതി. ഞാനൊരു കാര്യം പറഞ്ഞ കർമ്മ ചെയ്ത് നടക്കില്ല. വരാൻ ആൾക്കാരുണ്ട് നമുക്ക്. അത് കുറച്ച് കഴിഞ്ഞിട്ട് എടാ നമുക്ക് ഗ്യാങ് ഹൗസിന് അകത്ത് വെക്കണം. വാ, പുള്ളിയോട് കുറച്ചു നേരം അവിടെ വന്നിരുന്നു. ഇത് പോയി മരിച്ച്. ഹലോ തിരുവേലി, 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 തിരുവേലി. ആ സ്വാമി ഇപ്പൊ അടക്കണ്ട. ആളെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഗ്യാങ് ഹൗസിന് അകത്ത് കൊണ്ടുവരാൻ ബോഡി. അവിടെ വന്നിരുന്ന് കുറച്ചു നേരം. ഇതാണ് ബാഡി. ഇതാണ് ബാഡി. അത് മാറ്റി നോക്കൂ. അതല്ല മേലെ ഹലോ പറയടാ. അണ്ണാ പോയി. അണ്ണാ അധികം ക്യാഷ് ഒന്നും ഇല്ല അണ്ണാ. അണ്ണ നേരെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്.
പഴം കത്തിക്കാനുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചോ കത്തിക്കണേ? വെളിച്ചെണ്ണ വെച്ച് കത്തിക്കാൻ ഇത് നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കുവല്ലേ? ചിക്കൻ കറി ഉണ്ടാക്കാൻ വന്നേക്കുമല്ലേ? കൊടുക്കാനുള്ള ലേറ്റ് ജമാലു ഇത് ജമാലു ഇത് കാടക്കോഴിയല്ല, ഒരു 6 അടി രീതിയിലുള്ള മനുഷ്യനാണ്. ഹൈഡ്രൊക്കെ ഇട്ട് കത്തിക്കാൻ എന്താ ഇത്? സാമ്പ്രാണി കുത്തി വെക്കാനുള്ള ആളാണ് കൊടുത്തത്. മൂക്കില അണ്ണാ ആള് പോയോ? ആള് പോടാ, ആള് മരിച്ചു പോയി. ജമാലു വാ കേറി വാ. മുള്ളി പറയടാ. സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ബർഗർ എന്തെങ്കിലും ഉണ്ടോ? ഫുഡൊന്നുമില്ല കയ്യില്. എങ്ങനെ സഹിക്കും ഇത്? ഇതൊക്കെ കാണുമ്പോ ഒന്നും മരിക്കാൻ തോന്നില്ല അണ്ണോ. അയ്യോ ഇല്ലില്ല മനെ, ഇല്ല. അയ്യോ അണ്ണായി അല്ലെങ്കിൽ அவர்கிட்ட ஒரு வார்த்தை பேசிடுவோம். ஐயா உங்களுக்கு എല്ലാരും ഒരുമിച്ച് പറഞ്ഞ പിടിച്ച് കേൾക്കാൻ പറ്റില്ല. ഒറ്റക്കൊട്ടി വേണടാ. അവസരം കൊടുക്കണ ഗേൾസ് കൊടുത്ത കാര്യം അവസരം കൊടുക്കണ. കണ്ണാടി കിടക്കുന്നത് ജീവിച്ചിരുന്ന പോലെ ഒരു പെണ്ണ് വന്നിട്ട് കാർലോ ഇപ്പൊ എടുക്കും കാർലോ. നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ വരുന്നില്ല, നമുക്ക് വിഷമാവും കാർലോ. സംഗതി കുറച്ച് ചീഞ്ഞളിച്ച ബോഡിയാണേലും പുള്ളിക്ക് നിത്യശാന്തി കിട്ടണ്ടേ. കെവിന് വേറെ ആരിലൊക്കെ കൊണ്ട് വിളിച്ചോട്ടോ. ആരും കാണാനില്ല, ആകെ രണ്ട് പേരുടെ സിറ്റി വരാം. അവസാനമായിട്ടേ അന്ന് എന്നെ ഹോസ്റ്റൽ അടിച്ച ദിവസം പുള്ളിക്ക് ചീത്ത വിളിച്ച് പെർമനന്റ് കിട്ടി പോയ മനുഷ്യനാ. അത് കാണാനും അവസാനമായിട്ട് കേവിയായിട്ട് പുള്ളിക്കുള്ള ഓർമ്മ അത് മാത്രമാ. അതല്ല, അത് ആ ഓർമ്മയിൽ അവസാനിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒന്ന് വന്ന് കാണണേ. അയ്യോ മരണമായി മുല്ലിട്ട് പോയി വാസുദേവ. കേക്കാവോ? പോയി ദർശന എന്റെ എടുത്തോണ്ട് നടന്ന മനുഷ്യനാ. അയ്യോ ഞാനീ വിഷമം ആരോട് പറയുവേ? അയ്യോ പോയി ദർശന. ഞാനിനി ആർക്കു വേണ്ടിയാണോ ജീവിക്കണേ? അയ്യോ അയ്യോ അവിടെ ആരോ രാമായണം പാടുற എങ്ങനെ നടന്ന മനുഷ്യനാണെന്നറിയോ? ഒരു കുഴപ്പമില്ലായിരുന്നു. അതെ പുലി പിടിച്ച്. അയ്യോ ഒരുമിച്ച് നിർത്തടാ. പോയി കാണോ? നല്ലൊരു മനുഷ്യനൊരു കുഴപ്പം. അയ്യോ പുലിക്ക് അറിയില്ലല്ലോ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ കാരണോ. അയ്യോ എന്ത് പറയാനാ?
അസുഖം പറ്റിയത് പറ്റി. ഇവിടെ ഒരു കൂട്ടം അയ്യോ മള്ളി. മസാജ് ചെയ്യണോന്ന് പറഞ്ഞ് മലേഷ്യ പോയതാണ്. അത് മാത്രം അവസാനമായിട്ട് അയച്ച മെസ്സേജ്. അവിടെ ചെന്ന് പുതിയ കയറി പിടിക്കുന്നത് നമ്മൾ അറിഞ്ഞോ? അയ്യോ ഇനിയിപ്പോ അധികം കാർലോക്ക് ഒരുപാട് ബന്ധുക്കളല്ലേ പണ്ട് സത്യം ടിവിയിൽ ഒരുപാട് നാള് ജോലി ചെയ്തിരുന്നല്ലേ. സത്യം പണ്ട് എങ്ങനെ നടന്നിരുന്ന ഒന്നും ഒരു നോക്ക് മരിക്കണേന് മുന്നേ ഒരു നോക്ക് കാണാൻ പോലും പറ്റിയില്ല. അല്ല മരിക്കുന്നതിന് മുന്നേ മരിച്ചിട്ട് അതെങ്ങനെയാ കാർലോ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കാർലോ ഒരു വട്ടം കണ്ടിട്ടില്ലേ പുള്ളിയെ? അത് കൊറേ മുന്നേ പണ്ട് കണ്ട ഓർമ്മൊക്കെ പോയി. അല്ലെങ്കിൽ കാരണം ഇപ്പൊ ഒന്ന് കണ്ടിട്ട് മരിക്കുന്നതിന് മുന്നേ ഇപ്പൊ കണ്ടിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാവോ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. അതെ എന്താ അയ്യോ വിത്തൽജി പോയേ. അടിച്ചില്ല ഒന്ന് വായിക്കുകയും ചെയ്യണ്ട മോനെ. വേണ്ട, ഞാൻ കാല് പിടിക്കാൻ നിന്റെ വേണ്ട. ഇതൊക്കെ ആരാ ഇതൊക്കെ? എടാ എല്ലാരും ഒന്ന് മാറി. ഞാൻ കണ്ടോട്ടറ. എല്ലാരും പാട്ട് കാണണം. അവസാനമായിട്ട് മള്ളിക്ക് പിറ്റലിന്ന് കാണല്. ഇല്ല ഒന്ന് എനിക്ക് വിത്തൽജിയെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. എല്ലാരും ഒന്ന് മള്ളി എല്ലാരും ഒന്ന് സൈലന്റ് ആവണേടാ. നമ്മുടെയൊക്കെ കൂടെ ഒരുപാട് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാ. പുള്ളിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. സത്യം പറഞ്ഞ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഈ മണ്ടനോട് ഞാൻ പറഞ്ഞു ആദ്യം പിറ്റൽജി ആക്കാം. ഇതിപ്പോ ചെറുതല്ലോ, കുറച്ചു നേരം കൂടി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടാ നോക്കാം. ശവത്തിന് ബ്രീത്തിങ് സ്പേസ് കൊടുക്കണേ പ്ലീസ്. ശവത്തിന് കുറച്ച് ശ്വാസം എടുക്കാനുള്ള സ്ഥലം കൊടുക്കണേടാ. எக்ஸ்ட்ரா ரேடியோ வச்சிருந்தா கொடுங்க. ரேடியோல ஏறறேனா சொர்க்கத்துக்கும் கைலாசத்துக்கும் போகணும்னு சொல்லிட்டு எல்லாரும் பிரார்த்தனை பண்ணிக்கோங்க. கைலாசத்திലാണെങ്കിൽ കണ്ണാപ്പിക്ക് കൂട്ടാവും. ഓം സഞ്ജമേ മജശ്ചമേ പ്രജഞ്ജമേ കാമശ്ചമേ കാമശ്ചമേ സൂമനശ്ചമേ അത്രഞ്ജമേ ശ്രേജശ്ചമേ വസ്യശ്ചമേ ജശശ്ചമേ ഭകശ്ചമേ ത്രിവിടഞ്ജമേ ജന്താചമേ ധർത്താചമേ क्षेमश्चमे नितिश्चमे विश्वञ्चमे महच्चमे संविच्चमे ज्ञात्रञ्चमे सूश्चमे प्रसूश्चमे श्रीरञ्जमे लजश्चमर्दञ्जमे मृतञ्जमे चक्ष्मञ्जमे नामजच्चमे जीवादुश्चमे दीर्घागित्वञ्जमे नमित्रञ्जमे भजञ्जमे सुगञ्जमे शजनञ्जमे सूषाचमे शीतनञ्जमे एकाचमे तिस्रश्चमे पञ्चचमे सप्तचमे नवदशमे त्रयोदशमे पञ्चदशमे सप्तदशमे नवदशमे एकविंशतिश्चमे त्रयोविंशतिश्चमे सप्तविंशतिश्चमे नवविंशतिश्चमे एकत्रिंशतिश्चमे त्रयस्त्रिंशतिश्चमे चतुष्षष्टिश्चमे अष्टौचमे द्वादशमे षोडशमे विंशतिश्चमे चतुर्विंशतिश्चमे അധികം വേണ്ട. ஆரம்பிச்சிடலாம். ரெண்டு பேரும் எங்க എടാ രണ്ടുപേരും കർമ്മം ചെയ്യണം. രണ്ടുപേരും എന്ത് ചെയ്യടാ? അയ്യോ എന്റെ കർമ്മ ചെയ്യാനുള്ളവര് വന്നേ. ഇവിടെ തലക്ക് ഫ്രണ്ടിലൊക്കെ ഓക്കേ. ശുക്ലാം പ്രഥമം വിഷ്ണും ജ്യോതിർഭുജം പന്നപതം ധ്യായേത് സർവൈകാഭിശാന്തയേ ഭൂം ഭൂഃ ഭൂർഭുവസ്സുവരം മമോ ഭാരതമസ്കേതുരാശ്രവേശ്വര പ്രീത്യർത്ഥം അപവിത്രഃ പവിത്രോ വാ സർവ. അയ്യോ ഗ്യാങ്ങൊക്കെ വരുന്നേ. എന്റെ വിത്തൽജിയെ കാണാൻ ഗ്യാങ്ങൊക്കെ വരുന്നേ.
കണ്ടുകൊള്ളുകയാണേ പിത്തൽജി. അയ്യോ എന്റെ പിത്തൽജിയെ ഒന്ന് കണ്ടു തുറന്ന് കാണുക. ആരൊക്കെയാ വന്നേക്കുന്നത് നോക്ക്. അയ്യോ അയ്യോ എന്റെ പൊന്ന് എന്റെ കണ്ടോ എന്നിവിടെ കൊണ്ടുപോണേ. ഞാനും വരുന്നുണ്ടാ അങ്ങനെ ഒറ്റയ്ക്ക് പോകണേ. சொந்தக்காரா மட்டும் அது உள்ள வரணும் വെക്കണമാ എന്റെ പൊന്ന് എല്ലാരും വെക്കണമാ. അതെ അതെ എല്ലാരും കണ്ടെടുത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു വെടി വെച്ചേന്. പിത്തൽജിക്ക് മോക്ഷം കിട്ടും തോന്നണ്ടേ ഇപ്പൊ. ആണോ பாட்டு போறாரும் போயிட்டு கிட்ட 3 வாட்டி மண்ணு மட்டும் போட்டு வாங்க. மண்ணை போட்டு நினைச்சிட்டு திரும்பி பார்க்காம வந்துருங்க. பீச்சுக்கு போறோம் திரும்பி பார்க்காம ബീച്ച് തണ്ണിയില പോയിട്ട് കുളിച്ചിട്ട് വരலாம் വാங்க. அந்த பானை மட்டும் ஒருத்தர் எடுத்துக்கலாம். പാതി കിടക്കുന്ന കിടപ്പ് എന്നോടാ മാമേ. தண்டு போடுங்க. മോക്ഷം കിട്ടി പിത്തൽജി പോ പിത്തൽജി പോ. പോയി മള്ളി മോക്ഷം കിട്ടി പോയി മള്ളി പിത്തൽജി ഇവിടെ. எல்லாரும் திரும்பி பார்க்காம வாங்க. எல்லாம் கடலுக்கு போனோம். നമ്മുടെ പിത്തൽജി പോയില്ലടാ. മതി മതി ബോക്സ് എല്ലാ ഇതും എടുത്തിട്ട് സുമതമായി ചത്തപ്പോ പോലും ഇത്ര വിഷമില്ലാതറാ. എല്ലാം സൈഡ് സൈഡ് സൈഡ്. കാർലോ ആ സുമതിയമായ അല്ല കേട്ടോ, ജോക്കിയുടെ സുമതിയമായ. അത് പറഞ്ഞേ കൊണ്ടുപോയ വഴി എന്നെ കൂടെ കൊണ്ടുപോകും മിത്തലേ. എല്ലാം കാണാൻ എന്നെ മാത്രം എന്തിനാ ഇട്ടേക്കുന്നത് മിത്തലേ? എന്നെ കൂടെ കൊണ്ടുപോകും. പിത്തൽജി എവിടെ പോയാലും വിളിക്കല്ലോ. എവിടെ പോയാലും വിളിക്കുന്നല്ലേ മിത്തൽ. ജീവത്തെ വിളിക്കാതെ. അയ്യോ നമ്മളെ വിളിച്ചില്ലല്ലോ. എല്ലാ ബീച്ച് റൈറ്റ് റൈറ്റ് റൈറ്റ്. അയ്യോ അയ്യോ കളയല്ലേ കളയല്ലേ കോച്ചേ. ഞാൻ 2 മിനിറ്റ് കൂടെ കണ്ടോട്ടെ. കളയല്ലേ. കാണിച്ചേ ബോക്സ് പറഞ്ഞത് കാണിച്ചു തരുമോ മറ്റേ? ആ ചാര ഇത് തരൂ. ഇല്ലടാ ഇത് ആർക്കും കിടന്നടാ. ഇത് കടലിലേക്ക് പിത്തൽജി മരിക്കുന്നില്ല. പിത്തൽജി എന്നിലൂടെ ജീവിക്കും ഇനിയും. നമ്മളിലൂടെ இத பொதிக்கலன்னா இங்கே தான் இருப்பாரு அவரு. നമ്മളിലൂടെ പൊതച്ചേരെ പൊതച്ചേരെ പൊതച്ചേരെ. அவர் இங்கே தான். இங்க பாருங்க அவரை நினைச்சிட்டு ஒவ்வொரு வாட்டி தண்ணியில முங்கிட்டு வரணும். இங்க வந்திருக்கோம் எல்லாரும் போங்க. தண்ணியில முங்க போங்க. ഒമ്പത് ஆமா ഞാൻ കാരണം ബോക്സ് കിട്ടിയില്ലെന്ന് വേണ്ട. കറച്ചിട്ട് ഇത് എന്ത് കിട്ടിട്ട് മുങ്ങി. 1 2 3. അപ്പൊ അങ്ങനെ പിത്തൽജിക്ക് മോക്ഷം കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ VTVയെ അടുത്തൊരു RP കൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വന്നിരിക്കുകയാണ് നമ്മുടെ ചത്തുപോയ പിത്തൽജി VC-യിലെത്തിയിരിക്കുകയാണ്. ആൾക്കാരിൽ നിന്ന് ഗസി മൈക്കാരനാണ് ചത്തുപോയ പിത്തൽജി. പടം കണ്ട ആ പ്രൊഫൈൽ എടുത്ത് സൂം ചെയ്ത് നോക്കിയാൽ കാണാം അതിനകത്ത് ആരാന്ന്. പ്രൊഫൈൽ എടുത്ത് നോക്കിയാ മതി. താഴെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാ മതി. സ്ട്രീമർ മോഡ കാണൂല. സ്ട്രീമർ മോഡാണ് അത്. കാണൂല ഒന്നും. ചത്ത പോലെയുള്ള നേരെ 2-3 മണി 5 മണിക്കൂറായിട്ട് ചത്ത പോലെ ഇന്നത്തെ 5 മണിക്കൂറല്ലടാ, അന്നത്തെ 2 മണിക്കൂർ കൂട്ടണം. ഷൗട്ടക്സ് നിനക്ക് ഇത്ര റോളുള്ള ഒരു വീഡിയോ വേറെ ഇല്ല. ഇത് ചെയ്യാൻ പോവല്ലേ? ഇതിന് നീയാ നായകൻ.
ചവിട്ടക്ഷ പക്ഷെ നീ ഇതുവരെ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് നിന്റെ RP ഇതായിരുന്നു കേട്ടോ. നീ ഇത്രയും അറിയില്ല. ചാറ്റിലെടുത്ത് പറയുവാണ് SXG MVP വിത്ത് 0 kills ഒന്നും സംസാരിച്ചിട്ടും ഇല്ല.